വൻദോഷങ്ങൾ എത്രയുണ്ട്? താജുദ്ദീൻ സുബ്കി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു 700-ലധികമുണ്ട്. 1ഉം 2ഉം 7ഉം 10ഉം 100ഉമല്ല, 700-ലധികമുണ്ട്. സുബ്ഹാനല്ലാഹ്. വൻദോഷങ്ങൾ എന്തെല്ലാം മഹാന്മാര് എണ്ണിയിട്ടുണ്ട്. 500 വൻദോഷങ്ങൾ മാത്രം ക്രോഡീകരിച്ച് ഒരു കിതാബ് എഴുതിയിട്ടുണ്ട് ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു. ആ കിതാബിൽ മഹാനവറുകൾ ഒരുപാട് വൻകുറ്റങ്ങൾ എണ്ണി രേഖപ്പെടുത്തിയത് കാണാം. സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ വൻകുറ്റങ്ങളൊക്കെ പുറത്തേക്ക് നമ്മൾ ഇങ്ങനെ ദൃശ്യമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും വൻകുറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പ്രശ്നമാകാത്ത രൂപത്തിൽ പുറത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് വേണ്ടി ഞാൻ 1, 2, 3 എണ്ണം എണ്ണി പറയട്ടെ. നിങ്ങൾ നോക്ക്, ആളുകളിൽ ആഗവത്തോടെ കാണുന്ന ഒരു വൻകുറ്റമാണ്. സുബ്ഹാനല്ലാഹ്. ഇപ്പോഴുമുണ്ടോ? ഇപ്പോഴും ഉണ്ട്. കാര്യകാരണങ്ങൾക്ക് വേണ്ടിയല്ലാതെ നിസ്കാരം പിന്തിക്കുന്നത് വൻകുറ്റമാണ്. അഥവാ പിന്തിച്ചു പോയാൽ നീ അത് വീട്ടിയാലും പോരാ, തൗബയില്ലാതെ അല്ലാഹു അത് തിരുത്തൂല. 2 കാരണങ്ങൾക്ക് വേണ്ടി മാത്രമല്ലേ നിസ്കാരം പിന്തിക്കുന്നതിന് കുറ്റമില്ലാത്തത്. അഥവാ പിന്തിക്കൽ നമുക്ക് ഹലാലായത് എന്നല്ല. പിന്തിച്ചു പോയാൽ അത് നിർവഹിച്ചാൽ മതി, അതിന്റെ പേരിൽ ശിക്ഷിക്കുകയില്ല. 1 അന്നവുമോ അനിയന്ത്രിതമായ ഉറക്കമാണ്. നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല, ക്ഷീണം കൂടി, അല്ലെങ്കിലോ സുഖം കൂടി, 2 നിലക്കും വരാലോ ഉറക്കം. എന്നും സുബൈക്ക് എഴുന്നേൽക്കുന്ന ആളാണ്. ഇന്നെന്താന്നറിയില്ല, എന്നും 8 മണിക്ക് എണീച്ച് പല്ലിയേക്കുന്ന ആളെ പറ്റിയല്ല കേട്ടോ. അതല്ല ഞാൻ പറയണത്. അയാൾ ഇതിന്ന് പുറത്താണ്. അതല്ല. ഉസ്താദ് വലിയ നല്ല വേള ഉസ്താദ് പറഞ്ഞു. ഞാൻ എന്നും രാവിലെ ഏർക്ക എണീക്കലും മൂപ്പരെ ചേകന്നൂനെ മധുപപ്പെടുത്തണം. അയാളെ സുബിയാണ്. അങ്ങനത്തെ ആൾക്കാർക്ക് നന്ദി. അയാൾക്ക് എപ്പോഴാ സുബി? എപ്പോഴാണോ എണീക്കുന്നത് അപ്പോഴാ സുബി. നല്ല സുഖല്ലേ? 10 മണിക്ക് എണീക്കുന്ന ആൾക്ക് 10 മണിക്ക് അതാ സുബി. ലുഹറില്ലല്ലോ. ലുഹറെന്ന സാധനമില്ല. ഉച്ചക്കാണോ ഒരാൾ എണീക്കുന്നത്, ഉച്ചക്കന്നെ സുബി. എപ്പോഴാണോ എഴുന്നേൽക്കുന്നത് അപ്പോഴാണ് സുബി. അതല്ലേ ആൾക്കാരെ കൂടാൻ കാരണം. ഞങ്ങൾ എന്താ കരുതി? തെളിവിന്റെ ഭാണ്ഡം കൂടുതലുണ്ടായിട്ട് ആൾക്കാരെ കൂടിയത് സുഖം കണ്ടു കൂടിയതാ. ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന് പേര് കേട്ടപ്പോഴേക്കും ആൾക്കാരെ കണ്ട് ചേക്കേറാൻ കാരണം ഇതല്ലേ തിയറി. എപ്പോഴാണോ എണീക്കുന്നത് അപ്പോഴാണ് സുബൈ. പിന്നെ ആള് കൂടാക്കുക. തൊഴിലാളികൾക്കൊക്കെ എന്ത് സുഖ. അനിയന്ത്രിതമായ ഉറക്കം ഉറങ്ങി എന്നും എഴുന്നേൽക്കുന്ന ആളാ. ഭാര്യ വന്ന് വിളിച്ചു, ഉമ്മ വന്ന് വിളിച്ചു, കൂട്ടുകാരെ വന്ന് വിളിച്ചപ്പോ എഴുന്നേറ്റിരുന്നു. പിന്നെ അങ്ങനെ ഉറങ്ങി. പിന്നെ അയാൾ സ്വമേധ എഴുന്നേറ്റ് നോക്കുമ്പോ പടച്ചോനെ സമയമൊക്കെ അങ്ങെത്തിയല്ലേ, എന്റെ നിസ്കാരം പോയല്ലോ. അയാൾ നിസ്കരിച്ചാ മതി, അതിന്റെ പേരിൽ അല്ലാഹു തആല ശിക്ഷിക്കൂല. അതങ്ങനെ സംഭവിച്ചു പോയതല്ലേ. എന്നും അങ്ങനെ ആകുന്നത് അങ്ങനെ കൂട്ടിയിട്ടല്ല കേട്ടോ. അത് വേറെന്തെങ്കിലും അസുഖമാണ്, ചികിത്സിച്ച് മാറ്റണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഈ വിഷയം ഉമ്മത്തിന് പഠിപ്പിക്കാൻ വേണ്ടി തങ്ങളിൽ നിന്നും ഒരു തവണ ഈ രൂപത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോ മദീനയിലേക്ക് എത്താൻ ഇനിയും കുറച്ചുകൂടി സമയം യാത്ര ചെയ്യണം. രാത്രി പൊതുവെ തങ്ങൾ മദീനയിലേക്ക് പ്രവേശിക്കാറില്ല. പകലെ മദീനയിലേക്ക് പോകല്. ഏത് യാത്ര കഴിഞ്ഞു വന്നാലും പകലാണ് മദീനയിലേക്ക് പോകാറുള്ളത്, രാത്രി പോകാറില്ല. പകല് ചിലപ്പോ വൈകുന്നേരം ആയിരിക്കും, ചിലപ്പോ രാവിലെ ആയിരിക്കും, ഉച്ചക്കൊക്കെ പോകും. രാത്രിയാണ് യാത്രയെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് തമ്പടിച്ച് രാവിലെ അവിടെ നിന്ന് എഴുന്നേറ്റ് സുബഹി നിസ്കരിച്ച് പിന്നെ മദീനയിലേക്ക് പോകും. മദീനയിലേക്ക് എത്താൻ കുറച്ചുകൂടി ഉണ്ട്. തങ്ങൾ പറഞ്ഞു ഇന്ന് ഈ സ്ഥലത്ത് നമ്മൾ വിശ്രമിക്കുക, രാവിലെ പോകാം. തങ്ങൾ പറഞ്ഞു ആരാ സുബൈക്ക് വിളിക്ക ചോദിച്ചപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു ഞാൻ വിളിക്കാന്ന്. എന്നാ ശരി, നിങ്ങൾ വിളിക്കണം, ഞങ്ങൾ എല്ലാരും ഉറങ്ങാൻ പോവാണ്. സാധാരണ പലപ്പോഴും സ്വഹാബത്ത് ഉറങ്ങിയിട്ട് തങ്ങൾ വിളിക്കാറാണ് പതിവ്. ബദറിലൊക്കെ അങ്ങനെയാ നടന്നത്, ഹുനൈനും അങ്ങനെയാ നടന്നത്, തബൂക്കിലും അങ്ങനെയാ നടന്നത്. പലപ്പോഴും പിന്നെ ഖന്തക്കിലൊക്കെ നല്ല മരം കൂച്ചുന്ന തണുപ്പത്താണ്. സ്വഹാബത്തൊക്കെ ഇലകൾ പൊതിച്ചിട്ടാണ് ഖന്തക്കിൽ ഉറങ്ങിയത്. അപ്പോഴും ഉറങ്ങാതെ രാത്രി ഇബാദത്തിലായി നിത്യമായി കഴിച്ചുകൂട്ടി സുബൈക്ക് അവരെ വിളിച്ചുണർത്തി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഈ പോക്കിന് തങ്ങൾ പറഞ്ഞു എല്ലാരും ഉറങ്ങാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു ഞാൻ വിളിച്ചോളാന്ന് പറഞ്ഞു. എല്ലാവരും ഉറങ്ങിയിട്ട് പിന്നെ ആദ്യം എഴുന്നേറ്റത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തങ്ങൾ എഴുന്നേറ്റ് നോക്കുമ്പോ വിളിക്കാൻ ഏൽപ്പിച്ച ആൾ എവിടെയെന്ന് ഇങ്ങനെ നോക്കിയപ്പോ മൂപ്പര് ഒരു ഭാഗത്ത് ഉറങ്ങുന്നുണ്ട്.
ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു, അല്ല നിങ്ങളല്ലേ വിളിക്കാൻ ഏൽപ്പിച്ചത്, ഞങ്ങളെല്ലാവരെയും ഉണർത്താമെന്ന് നിങ്ങളല്ലേ ഏറ്റെടുത്തത്. ബിലാൽ റളിയല്ലാഹു അൻഹു, നബിയെ ഞാൻ കുറെ നിസ്കരിച്ചു, രാത്രി ഇങ്ങനെ കാവലിക്കല്ല, പിന്നെ ഞാൻ കുറെ ദിക്റൊക്കെ ചൊല്ലി കുറെ ഓതി, പിന്നെ എനിക്കിങ്ങനെ തോന്നി ഒന്ന് കിടന്നിട്ടൊന്ന് എണീറ്റാലോ എന്നിങ്ങനെ തോന്നി. അല്ലാഹു തആലയുടെ ഖദാണ്, ഒന്ന് കിടന്നെണീറ്റാലോ എന്ന് തോന്നി. അങ്ങനെ ഒന്നിങ്ങനെ കിടന്നതാണ്. പിന്നെ എപ്പോഴാണ് എണീക്കുന്നത്? എപ്പോ? സൂര്യൻ ഉദിച്ചു വന്നിട്ടുണ്ട്. എല്ലാവരെയും മുഖത്തൊരു വിഷമം. ആദ്യമായിട്ടാണ് ഒരു സുബിഹി ഇങ്ങനെ പോകുന്നത്. സുബിഹി അങ്ങനെയായാൽ എന്ത് ചെയ്യണമെന്ന് അല്ലാഹു തആല നിയമമാക്കി കൊടുക്കാൻ വേണ്ടി പഠിപ്പിച്ച ഒന്നാണ്. ഇനി ഞാനീ പറയുന്ന തെളിവും വെച്ചിട്ട് നാളെ ഖലാക്കിയിട്ട് മുത്തുനബിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാൻ നിൽക്കണ്ട. അങ്ങനെ നമ്മളെ ആൾക്കാർക്ക് ഒരു തെളിവും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത കാലം എന്താ ചെയ്യാ? അതും ചിലപ്പോ അണ്ടർലൈൻ ഇട്ടിട്ട് പറയും, ഓ സുഖമായി, നല്ല തെളിവപ്പൊ കിട്ടിയത്. കണ്ടില്ല ഉസ്താദ് അതറിഞ്ഞ് ഇനി നേരം വെളുക്കുമ്പോ സൂര്യൻ ഉദിച്ചിട്ടൊക്കെ വിളിച്ച് അഥവാ എണീറ്റ് കുറ്റം പറയാൻ നിൽക്കണ്ട. അങ്ങനെ മുത്തുനബി തങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അങ്ങക്ക് സംഭവിച്ചത് നമുക്ക് വിഷയം പഠിപ്പിക്കാനാണ്. ഒരൊറ്റ പ്രാവശ്യമുള്ളൂ. ഇത്ര കഴിഞ്ഞ ജീവിതത്തിൽ നമ്മളൊന്ന് എണ്ണി നോക്കി എത്ര ഉണ്ടാവും? സുബ്ഹാനല്ലാഹ്, തങ്ങൾ പറഞ്ഞു ഈ മലഞ്ചെരുവിൽ വെച്ച് നിസ്കരിക്കണ്ട, എല്ലാവരെയും കൂടി ഉറക്കി. ഈ മലഞ്ചെരു ശൈത്താനിന് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ്. നമുക്ക് കുറച്ച് യാത്ര ചെയ്തിട്ട് വേറൊരു സ്ഥലത്ത് വെച്ച് സുബഹി നിസ്കരിക്കാം. അവിടെ നിന്ന് എല്ലാവരും വാഹനം കയറി കുറച്ചുകൂടി മുന്നോട്ട് പോയൊരു സ്ഥലമെത്തിയപ്പോ ഇറങ്ങിയിട്ട് ഉളു എടുത്ത് നിസ്കരിച്ചു. എല്ലാവരെയും ഒരുപോലെ ഉറക്കിയ മലഞ്ചെരുവിനെ പറ്റി എന്താ തങ്ങൾ പറഞ്ഞത്? ശൈത്താന്റെ സ്വാധീനം നല്ലോണമുണ്ട്. നാട്ടില് ശൈത്താന്റെ സ്വാധീനം തോനുള്ള സ്ഥലം ഏതാ അറിയോ? ആരും സുബഹിസ്കരിക്കാത്ത വീട്, അവിടെ ഭയങ്കര സ്വാധീന ശൈത്താൻ. എല്ലാരും ഒരുപോലെ ഉറങ്ങുന്ന വീട്, പാപ്പി ഉറങ്ങുക, ഉമ്മ ഉറങ്ങുക, മക്കൾ ഉറങ്ങുക, പേരക്കുട്ടികൾ ഉറങ്ങുക, മരുമക്കൾ ഉറങ്ങുക, എല്ലാരും ഒരുപോലെ ഉറങ്ങും. ആർക്കും ആ വിഷയത്തിൽ എതിർപ്പില്ല, എല്ലാരും ഇത്തിഫാക്കാം. നല്ല സുഖാണ് അവിടെ വീട്ടിൽ താമസിക്കാൻ. എല്ലാരും ഒരുപോലെ, എല്ലാവരും ഉറക്കിൽ ഒരുപോലെ സഹകരിക്കുന്ന ആൾക്കാരാ. പിന്നെ സുഖം പറയേണ്ടിയില്ലല്ലോ. ശൈത്താന്റെ സ്വാധീനം കൂടുതലാണ്. അതുകൊണ്ടല്ലേ തങ്ങൾ അവിടെ വെച്ച് നിസ്കരിക്കാതിരുന്നത്? വേറെ സ്ഥലത്ത് പോയി നിസ്കരിച്ചു. ഇത് തശ്രീഇന് വേണ്ടി, നിയമം പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. നമ്മൾ അതിൽ നിന്നൊരു വിഷയം പഠിക്കേണ്ടത്. അനിയന്ത്രിതമായി ഉറക്കിൽ പെട്ടുപോയാൽ നിസ്കരിച്ചാൽ മതി. ആ വിഷയത്തിൽ അല്ലാഹു തആല ശിക്ഷിക്കുകയില്ല. ഒരു കാരണം അതാണ്. രണ്ടാമത്തൊരു കാരണം മറതിയാണ്. മറവി, നിസ്യാൻ, മറവി വന്നു. പ്രായം കൂടിയിട്ടും സന്തോഷം കൂടിയിട്ടും അതുപോലെ തന്നെ ടെൻഷൻ കൂടിയിട്ടും ഒക്കെ വരാം മറവി. മറതി വന്നു, നിസ്കരിച്ചാൽ മതി, അള്ളാഹു പുറത്തു തരും. ബാക്കി എണ്ണുന്ന കാരണങ്ങളൊന്നും കാരണങ്ങളല്ല. നിസ്കാരം പിന്തിക്കാൻ രോഗം കാരണമല്ല. വേറൊരാള് മരിച്ചതോ ജനിച്ചതോ പ്രസവിച്ചതോ ശുശ്രൂഷിച്ചതോ ജോലിക്ക് പോയതോ യാത്രക്ക് പോയതോ ഒന്നും കാരണമല്ല. കാരണമല്ലാത്ത കാര്യത്തിന് വേണ്ടി നിസ്കാരം പിന്തിക്കുന്നത് വൻകുറ്റമാണ്, കബീറത്താണ്. ആ നിസ്കാരങ്ങളൊക്കെ നിർവഹിച്ചാൽ പോരാ, പിന്തിച്ചതിന് പൊറുക്കണമെങ്കിൽ തൗബ ചെയ്തേ പറ്റൂ. ലാഘവത്തോടെ കാണുന്നൊരു വിഷയം എന്ന് ഞാൻ സഹോദരങ്ങളെ വെറുതെ പറഞ്ഞതല്ല.